പ്രിയങ്കരായ നാട്ടുകാരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 12ാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഏവരെയും ഈ സംഗീത പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ പവേർഡ് ബൈ MCR പ്യുവർ കോട്ടൺ ക്ലബ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 11 ആഴ്ചകൾ താണ്ടി 12ാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. 1 പെപ്പി സോങ് റൗണ്ട്സ്, 2 ജോൺസൺ മാഷ് ഇറ്റ്സ്. അങ്ങനെ 2 റൗണ്ടുകളായി നമ്മുടെ 11 മ്യൂസിക്കൽ വൈഫിന്റെ തകർപ്പൻ പ്രകടനങ്ങളാണ് ഇന്നും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷോ ആരംഭിക്കാം. നമ്മുടെ മത്സരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മത്സരത്തിന്റെ വിധികർത്താക്കളായ 3 പേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മധുമഞ്ജരി, ഒപ്പം ആശാശരൻ. ആരെയാ നോക്കുന്നത്? ഹൈ, അണ്ണൻ എവിടെ? എന്റെ അണ്ണൻ. അണ്ണൻ ഇന്ന് വരില്ല, ഇപ്പോഴൊന്നും വരില്ല. അതെന്താ? അല്ല, ആരാ പറഞ്ഞ ഇങ്ങനെ ഒരു പെപ്പി റൗണ്ട് തുടങ്ങാൻ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പെപ്പി റൗണ്ട് അതിനുശേഷം മധുവിനെ ഞങ്ങളും കണ്ടിട്ടില്ല. എന്തെങ്കിലും പല പല വേഷങ്ങളിൽ, പല പല ഭാവങ്ങളിൽ പുറകിലാണ് എപ്പോഴും. എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മൾ പെപ്പി സോങ്സ് റൗണ്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മത്സരാർത്ഥികൾക്ക് ഗോൾഡൻ ബസർ കിട്ടി. അപ്പോ ആൾക്ക് ഈ പെപ്പി സോങ്സ് പാടിയാലാണ് കൂടുതലായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ കഴിഞ്ഞ ആഴ്ച മാറ്റി പിടിക്കണം തോന്നൽ വന്നിട്ടുണ്ട്. അതിന് പ്രച്ഛന്ന വേഷവും ആവശ്യമാണെന്നുള്ളൊരു കുട്ടികളൊക്കെ പല പല വേഷത്തിലല്ലേ വന്ന് പാടുന്നത്. മധുവിനും അങ്ങനത്തെ വേഷം ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോ വരട്ടെ, ലേറ്റ് ആയിട്ടാണ് അപ്പൊ വരവ് അല്ലേ? പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖല്ലേ? കഴിഞ്ഞ ആഴ്ച കണ്ടാണ് ചേച്ചിയുടെ ഹെയർ സ്റ്റൈലാണ്. അതെ, ആശ ചേച്ചിക്കും മഞ്ജരിക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ മധുചേട്ടാ കടന്നു വരൂ. ഇതേ പ്രോഗ്രാം തുടങ്ങണം, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എവിടെയാണ് മധു? ാണോ മമ്മൂക്കയാണോ ഒന്നും മനസ്സിലാവണില്ല. ആരായിട്ടാ വന്നത്? എല്ലാം കൂടി ചേർന്ന ഒരു രൂപത്തിലുള്ള ഒരു ദശാവതാരം എല്ലാം വന്നു. ഇതാരൊക്കെയാ? സത്യം ഇതാരാന്നല്ല, ശരിക്കും ആരെയാണ് ഉദ്ദേശം മധു? അല്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഷീലയെ പോലും ജയഭാരതി പോലെയൊക്കെ ഇവിടെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലേ. മതിച്ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഈ പെപ്പി സോങ്ങിനെ പറ്റി ഒരുപാട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരുന്നു ആ പെപ്പി സോങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഷൈൻ ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ ഷൈൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു വന്നതല്ല, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആയിക്കോട്ടെ എന്ന് കരുതി. കൊള്ളാം മധു, പക്ഷെ കൊള്ളാം. സ്ഥിരം എങ്ങനെ ആക്കിയാലോ? എനിക്കിഷ്ടാ. തിരിച്ച് വീട്ടിൽ പോണ്ടേ? ദിവ്യ എടുത്തോണ്ട് അത് വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ മധുചേട്ടനെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മധുചേട്ടൻ ഈ ഇടയായിട്ട് കുറച്ച് ഉഴപ്പ് കൂടിയിട്ടുണ്ട്. ലേറ്റായിട്ട് പ്രോഗ്രാമിന് വരാ, ഇടയ്ക്ക് ലീവ് എടുത്ത് പോവാ, ടൂറ് പോവാ. പിന്നെ മഞ്ജരിയും മധുചേട്ടനായിട്ടുള്ള കുട്ടിക്കുറുമ്പുകള്, മിണ്ട ഗ്യാപ്പ് കിട്ടിയ അപ്പൊ ആശേച്ചി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചത്. എനിക്കൊരു കൂട്ടിന് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി തന്നെ, ഒരാളും കൂടി നിങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട്. ആ ചേച്ചിയുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരിയെ പറ്റി പറയുവാണെങ്കിൽ ഒരു ക്ലൂ, ഗായികയാണ്, നർത്തകിയാണ്, അഭിനേത്രിയാണ്, ക്ലാസിക്കൽ നർത്തകിയാണ്. ആ ചേച്ചിയുടെ ഒപ്പം ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്തിട്ടുള്ള ആളാണ്. സിനിമാ താരമാണ്. ലക്ഷ്മി ഗോപാലസ്വാമി. ഒരു കഥ ഞാൻ പൂവേ ഇനി പറയാം, ഇനിയും നീ ചങ്ങാതി. ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം.
വളകിലും നിന്ന താളം പോലും മധുരമാം സമ്മതം. തഴുകിയെത്തുന്ന കാറ്റിൽ തരളമാം സമ്മതം. എന്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം. ശലഭം വഴിമാറുമാമിരണ്ടിലും നീ സമ്മതം. ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം. നമസ്കാരം സർ. നമസ്കാരം. സാറിന് മനസ്സിലായോ? മനസ്സിലായോ? അതെ. പിടികിട്ടിയോ? സർ ഇത് ജോസ് പ്രകാശ് സർ അല്ലേ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. അടുത്തെത്തി. സോമൻ സർ. അതെ ഒരു കൃതാവ് കണ്ടിട്ടായിരിക്കും. ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ടോ? ജയൻ സർ. ഓ, പക്ഷെ ഇതൊന്നും അല്ല, ഇത് ഞങ്ങളുടെ മധു ബാലകൃഷ്ണനാണ്, മധുചേട്ടനാണ്. അയ്യോ മധു. Yes, ലക്ഷ്മി. ഇത് ഞാനാണ്. ഇതെന്താ ഇത്? ഇതൊക്കെ മധുചേട്ടന്റെ ഓരോരോ കുട്ടിക്കുറുമ്പുകൾ അവിടുത്തെ. അതെ. ഓക്കെ, അപ്പൊ ലക്ഷ്മി ചേച്ചി ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു വേദിയിൽ നമ്മുടെ ജഡ്ജസിന്റെ കൂടെ ഇങ്ങനെ കാണാൻ സാധിച്ചാല്. മൊത്തം ഒരു വെരി ഹാപ്പി വൈബാണ്. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഒരു മ്യൂസിക്കൽ ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ മധുചേട്ടന്റെ കുറുമ്പുകളെ പറ്റി പറഞ്ഞില്ലേ, ഈ സുന്ദരിയായ ലക്ഷ്മി, നമ്മൾ അറിയുന്ന നർത്തകിയുടെ പിറകിൽ ഒരുപാട് കുറുമ്പുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകര് ലക്ഷ്മി എന്ന കുറുമ്പത്തിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയും. എനിക്കൊരു 1000 കാര്യങ്ങൾക്ക് അപ്പുറം പറയാനുണ്ട് ഈ മിടുമിടുക്കിയെ പറ്റി. ഞങ്ങൾക്ക് എന്നാ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ ലക്ഷ്മി ചേച്ചി, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ലക്ഷ്മി ചേച്ചിയും ആശ ചേച്ചി എല്ലാം കൂടി നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. നമ്മുടെ സംഗീതോത്സവം തുടങ്ങാം. കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ മതിച്ചേട്ടാ, ഇപ്പൊ പെപ്പി സോങ് റൗണ്ട് മാത്രമല്ല ഈ ഒരാഴ്ച നടക്കുന്നത്, ജോൺസൺ മാഷ് ഹിറ്റ്സും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഷം മാറണമെങ്കിൽ മാറാം കേട്ടോ. അപ്പൊ ഇത് ജോൺസൺ ചേട്ടന്റെ പാട്ടുകൾക്ക് ഇത് ചേരില്ല. അതെ. അപ്പൊ ഞാൻ സാധാരണ കൂടി ചേരുന്ന ഒരു കോസ്റ്റ്യൂം ആവാം. അതെ, നമ്മുടെ മത്സരാർത്ഥികൾ ഇതേപോലത്തെ കോസ്റ്റ്യൂംസ് ആയിട്ട് വരട്ടെ പെപ്പി റൗണ്ട്. ശരി, അതെ, അവരാണല്ലോ വേണ്ടത്. അതെ, ഞാനല്ലല്ലോ. ഞാൻ തിരികെ ഡ്രസ് ഇട്ടു. ഓക്കെ, അപ്പൊ ഓക്കെ മതിച്ചേട്ടാ, എന്തായാലും ഡ്രസ് ഇട്ടതാണല്ലോ. നമ്മളൊരു പെപ്പി സോങ് പ്ലേ ചെയ്യുന്നു. അതിന് ചെറിയ ഡാൻസ് ആയിട്ട്. ഓക്കെ, ഓർക്കസ്ട്ര മ്യൂസിക് പ്ലീസ്. അപ്പൊ ഇത് മ്യൂസിക്കൽ വൈഫ് ആണല്ലോ. അപ്പൊ അവിടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന 3 പേരുടെ കല്യാണം കഴിഞ്ഞതാണ്. 3 പേരുടെ. അതായത് എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഡെയിന എന്താ കല്യാണം കഴിക്കാത്ത, കല്യാണ പ്രായം ആയോ, ആയിട്ടില്ലേ, പ്രായമാകുമ്പോ കല്യാണം കഴിക്കൂ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ലക്ഷ്മി ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി എങ്ങനെയാണ് നേരിടുന്നത്? എനിക്ക് കല്യാണം പ്രായം ആയിട്ടില്ല. ഓക്കെ, സെയിം പിച്ച്. ഞാനത് അല്ല, കല്യാണം കഴിക്കാൻ അങ്ങനെ ഏജ് ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും കല്യാണം അതാണ് കഴിക്കാം. പറഞ്ഞു വരുന്നത്. ഇപ്പോഴും നല്ല പയ്യന്മാരുണ്ടോ, നല്ല മിടുക്കന്മാരുണ്ടോ? ലച്ചു റെഡിയാണ് അല്ലെ? ലച്ചു ആശ സെലക്ട് ചെയ്യണം. അത് ഫിൽറ്റർ ചെയ്യുന്നത് ആശയാണ്. ആശ ചേച്ചിയാണ് നമ്മുടെ ഇത് സെലക്ട് ചെയ്യുന്ന ആള്. കുറെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ക്രൈറ്റീരിയ ഒക്കെ താണ്ടി ഒരാൾ വരട്ടെ. കാത്തിരിക്കൂ. അപ്പൊ ഇനി അടുത്തതായി നമ്മുടെ മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് പെപ്പി സോങ് റൗണ്ടിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി ശ്രീനാഥ്. ഈ വീക്കിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് പെപ്പി സോങ് റൗണ്ടിലാണ്. കുയിലിനെ തേടി എന്ന മൂവിയിലെ സിന്ദൂര തിലകവുമായി എന്ന സോങ്ങാണ്. ദാസാറ് പാടി അടിച്ചുപൊളിയാക്കി വെച്ചേക്കുന്ന ഒരു പാട്ടാണ്. മാക്സിമം എഫേർട്ട് എടുത്താണ് ഞാൻ പാടാൻ പോകുന്നത്. അടിച്ചു പൊളിക്കും ഫ്ലോറിൽ. സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ പവർഫുൾ ആയിരിക്കും. ഞങ്ങള് ഇങ്ങനത്തെ ഒരു സ്റ്റൈല് പണ്ടുണ്ടായിരുന്നു. ഈ ദുപ്പട്ട ഇങ്ങനെ കെട്ടിയിട്ട് ഡാൻസ് കളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ദുപ്പട്ട എടുത്ത് നമ്മൾ കെട്ടും. ആ ഒരു കാലഘട്ടത്തില് എന്താണ് ഇങ്ങനെ കിട്ടിയതിന്റെ ഉദ്ദേശം? ഡാൻസ് ഉണ്ടോ? ചെറിയ രീതിയിലൊക്കെ. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? സിന്ദൂര തിലകവുമായി. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. താങ്ക് യു ജഡ്ജസ്.
സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ സ്നേഹത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ കരളു കരളുമായി മനസ്സു മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ കരളു കരളുമായി മനസ്സു മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരുകില്ലേ കുളിരുമായി നീ മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു പറന്നു വാ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ മരാളിനി മനോഹരി ഇനിയും നീ വരുകില്ലേ മിഴിയിലായിരം കഥയുമായി നീ ഹൃദയമോഹിനി പറന്നു പറന്നു വാ പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സൂപ്പർ ശ്രീകുട്ടി ചേട്ടാ. അങ്ങനെ പെപ്പി സോങ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞു. നന്നായി പാടിയോ നന്നായിട്ട് പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് കടന്നാലോ ശ്രീകുട്ടി കിടക്കാം മഞ്ചരി ചീക്കുട്ടി ചേച്ചി അസലായിട്ട് പാടി ശ്രീകുട്ടി താങ്ക് യു ചേച്ചി താങ്ക് യു ബ്യൂട്ടിഫുൾ സിംഗിങ് താങ്ക് യു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയത് പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ശ്രീകുട്ടി എന്തെങ്കിലും മറന്നു പോയിരുന്നോ പ്രേമത്തിൻ കഥകളുമായി സ്നേഹത്തിൻ പാടിയത്
അതുപോലെ ലാസ്റ്റില് നമ്മളെ ആക്ഷനൊക്കെ കാണിച്ച് മയക്കി എടുത്തു, പക്ഷെ ലിറിക്ക് വേറെ ആയിരുന്നു. മരാളിക്കേ മരാളിനീന്നാ പാടിയത്, മരാളിനീന്നാ പാടിയത്. ഞാൻ വെച്ചു ഇനി ശ്രീകുട്ടി ലിറിക്സ് പഠിക്കാഞ്ഞതാണോ മറന്നുപോയതാണോ? അതായിപ്പോയി. ഇനി തെറ്റുകൾ തെറ്റിക്കുക എന്ന് പറഞ്ഞത് ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു ചെറിയ മിസ്റ്റേക്സ് പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ ഇപ്പോഴാണ് ശരിക്കും കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി കർശനമായി നമ്മൾ അതൊക്കെ നോക്കിയേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ശ്രീകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വരരുതായിരുന്നു. എനിക്ക് ശ്രീകുട്ടി ചില ഭാഗങ്ങളൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ട് തോന്നി പാടുമ്പോഴത്തേക്ക്. അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത 2-3 കാര്യങ്ങൾ. ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫ്ലാറ്റായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലിറിക്സ്, ഇത് രണ്ടുമാണ് എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത്. അതല്ലായിരുന്നെങ്കിൽ ശ്രീകുട്ടി ഒരു ആക്ച്വൽ പെർഫോമറാണ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്, നന്നായിരുന്നു പെർഫോമൻസ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ശ്രീകുട്ടിയുടെ അടുത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ്. അതിനി ശ്രദ്ധിക്കണം. അല്ലാതെ ഗംഭീര പാട്ട്, ഗംഭീരമായിട്ട് പാടി. താങ്ക് യു മഞ്ജരി. മത്സേട്ടാ, ഇതിനും എനിക്കും തോന്നിയത് ഈ ലിറിക്സ് സ്വന്തമായിട്ട് ചേർത്ത കാര്യമാണ് എനിക്കും പറയാനുള്ളത്. സ്നേഹത്തിൻ അതുപോലെ തന്നെ കുറച്ച് പല സ്ഥലങ്ങളും കുറച്ച് ഫ്ലാറ്റായിട്ട് തോന്നി. ഞാനെപ്പോഴും പറയാറുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, കുറച്ച് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. ലിറിക്സ് മാറിപ്പോവുക, ശ്രുതി, അതൊക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ശ്രീകുട്ടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മത്സേട്ടാ. ആശയിച്ചു നമ്മള് നല്ലോണം പ്രാക്ടീസ് ചെയ്തിരുന്നില്ലേ? പ്രാക്ടീസ് ചെയ്തിരുന്നു, പക്ഷെ പെർഫോമൻസിന്റെ ഇടയിൽ അത് സാരില്ല കേട്ടോ. ചില സ്റ്റേജിൽ നമുക്ക് അങ്ങനെ സംഭവിക്കാം. നമ്മൾ അത്ര thorough ആയിരിക്കാം, നമുക്കറിയാം എല്ലാം. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചില ദിവസങ്ങൾ നമ്മൾക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ മാത്രമാണ്. പ്ലീസ് ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ലക്ഷ്മി ചേച്ചി. ഡാൻസ്, പാട്ട് എല്ലാം നല്ല ഞാൻ എൻജോയ് ചെയ്തു. ശ്രമിച്ചിട്ടുണ്ട് ടു ബി എ പെർഫോമർ അല്ലേ? സോ ഇറ്റ്സ് എ ലേണിംഗ്. യു പെർഫോം, ബട്ട് ഇനി കുറച്ചുകൂടെ യു ഷുഡ് ബി സ്മാർട്ട് അബൌട്ട് ഇറ്റ്. അതൊരു ലേണിംഗ് ആണ്. ബിക്കോസ് നമുക്കെല്ലാം കുറേ ലേണിങ്സ് ഉണ്ടാവും അല്ലേ? സോ ഇനി അത് ജേർണി കണ്ടിന്യൂസ്. ബട്ട് എനിവേ എനിക്കിതൊന്നും അത്ര മനസ്സിലായില്ല. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു ഈ പാട്ട്, സെലക്ഷൻ ആൻഡ് നീ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. താങ്ക് യു. ശ്രീകുട്ടിയുടെ പ്രതീക്ഷ എന്താണ്? അറിയില്ല, എന്തായാലും കുഴപ്പമില്ല. ശ്രീകുട്ടി, ഇപ്പോൾ കഴിഞ്ഞ പെർഫോമൻസുകളിലെല്ലാം ബാക്ക് ടു ബാക്ക് ഗോൾഡൻ ബെസ്റ്റൊക്കെ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടിയെ പോലെ നന്നായി പാടുന്ന ഒരു സിംഗറിൽ നിന്ന് വന്ന ചെറിയ ചെറിയ പ്രശ്നം, ചെറുതല്ല എന്നാണ് മതിച്ചേട്ടൻ നേരത്തെ പറഞ്ഞത്. വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയായി കാണണം. ആ പ്രശ്നങ്ങൾ കാരണം ശ്രീകുട്ടിയുടെ റിസൾട്ടിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ടുള്ള ആളാണ് അല്ലേ? അപ്പൊ എന്തായാലും എലിമിനേഷന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ജോൺസൺ മാഷ് ഇറ്റ്സ് ആണ്. അടുത്ത റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ആതിര വിജയൻ. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സിലാണ്. മാസ്റ്ററുടെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടാണ് പാടുന്നത്. ഒരു നാൾ ശുഭരാത്രി എന്ന് തുടങ്ങുന്ന സോങ് ആണ്. അപ്പം ഞാൻ ഇന്ന് മാക്സിമം നന്നായിട്ട് തന്നെ പാടാൻ ശ്രമിക്കും. ആണോ? ഞാൻ പ്രേതം ഇങ്ങനെ ഗൗണൊക്കെ ഇട്ടിട്ടാണോ? UK, യൂറോപ്പിലേക്കുള്ള പ്രേതം. മേഘമൊഴുകി വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കോംപ്ലിമെന്റ്സ് ആണ് പെർഫോമൻസിന് മുമ്പേ കിട്ടിയിരിക്കുന്നത്. ഗോൾഡൻ ചെയർ, ഈ വെള്ള ഗൗണൊക്കെ ഇട്ട് ആ ചെയറിലിരിക്കുന്നതിന്റെ ഒരു ഭംഗി ആലോചിച്ച് നോക്കും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജസ്റ്റ് മിസ് ആയി പോയതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ
കാട്ടുമൈന പോ ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ ഇതിലേ ഒരു പൂക്കിനാവാ വന്ന നീ നീളുമെന്റെ യാത്രയിൽ തോളുരുമ്മിയെന്നുമിൻ തോഴിയായി വന്നു നീ നീളുമെന്റെ യാത്രയിൽ തോഴിയായി വന്നു നീ എന്നിലേക്കണഞ്ഞു നീയാം സ്നേഹസാന്ദ്ര സൗരഭം ആതിരതൻ പാതയിലെ പാൽനിലാവു മായവേ കാതരെ കരയുന്നതാരേ കാട്ടുമൈന പോ ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ ഇതിലേ ഒരു പൂക്കിനാവായി വന്ന നീ രജനീ സുഗന്ധി പൂക്കും രമണീയയാമമായി പറയൂ നീ എങ്ങു പോയി ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ ഇതിലേ ഒരു പൂക്കിനാവായി വന്ന നീ ആതിര നല്ല ഫീൽ ഉണ്ടായിരുന്നു. അസലായിരുന്നു. സമ്മാനം വേണോ? കിട്ടിയാൽ സന്തോഷം. എന്താ സമ്മാനം കൊടുത്താലോ നമുക്ക്? മിഠായി മതിയോ? മിഠായി. ഞാൻ ഇന്നലെ മൈസൂർ പാക്ക് ഇന്നലത്തത് കൊടുക്കണ്ട അല്ലേ? അത് വേണ്ട, അത് വലിച്ചു പോയിട്ടുണ്ട്. ലഡുവോ? ലഡു ഞാന്നത്തല്ലേ? ആ ശരി. അത് ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടാവും. ഫ്രഷ് ആയിട്ട് ഒരു ഉമ്മ കൊടുക്കണോ? ഫ്രഷ് ആയിട്ട് ഉമ്മയും കൊടുക്കണ്ട, നമുക്ക് വേറൊരു കാര്യം കൊടുക്കാം. എന്നാ പിന്നെ അത് കൊടുക്കാം അല്ലേ? യെസ്. അങ്ങനെ തുടർച്ചയായി 2ാം വീക്ക് നേടിയിരിക്കുന്നു ഗോൾഡൻ ജഡ്ജസ്. നമ്മൾ ലാസ്റ്റ് വീക്കാണ് നമ്മുടെ ഈ ജോൺസൺ മാഷ് ഹിറ്റ്സ് എന്ന് പറയുന്ന റൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ കഴിഞ്ഞ വീക്കായാലും ഈ വീക്കായാലും പെപ്പി സോങ് റൗണ്ടിലാണ് കൂടുതൽ മത്സരാർത്ഥികൾക്ക് ഗോൾഡൻ ബസർ സാധിച്ചത്. ആദ്യമായിട്ടാണ് ഈ റൗണ്ടിൽ ഒരാൾ ഗോൾഡൻ ബസർ നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഈ വേഷം കലക്കി, വളരെ നന്നായിട്ടുണ്ട്. പാട്ടും കലക്കി, ഉഗ്രനായി കേട്ടോ. ആദ്യം ഒരു അവസാനം വരെ നല്ലൊരു ഫീലോട് കൂടിയാണ് പാടിയത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. വളരെ നന്നായിരുന്നു. മഞ്ജരി അത്യുഗ്രോജ്വലമായിരുന്നു. എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു ചേച്ചി. മാലാഖയെ പോലെ വന്ന് മാലാഖയെ പോലെ പാടി ഞങ്ങളുടെ ഹൃദയം കീഴടക്കി. താങ്ക് യു ചേച്ചി. ഈ ഒരു ഗോൾഡൻ ബസർ ശരിക്കും ഡിസേർവ് ചെയ്യുന്നത് ആതിര. കാരണം ആതിരയുടെ ഒരു ഫീല്, ഇതിന് കൊടുത്ത ഫീല് മനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു ചേച്ചി. ജോൺസൺ മാഷെ വീണ്ടും 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 ഓർക്കുകയാണ് ഈ ഒരു വേദിയിൽ. കാരണം ഇത്രയും മനോഹരമായ പാട്ടുകൾ നമ്മുടെ മലയാളികൾക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന്റെ മുമ്പില് വലിയൊരു പ്രണാമം. താങ്ക് യു ആതിര. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ആ കൊണ്ടുവന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി. ആശേച്ചി, എനിക്ക് മോളെ പറ്റിയിട്ട് എപ്പോഴും തോന്നിയിട്ടില്ല എന്താണെന്നറിയോ, വരികൾക്ക് അത്രയും അർത്ഥവത്തായിട്ടുള്ള ഫീല് കൊടുത്തിട്ടാണ് മോൾ ഓരോ പാട്ടും പാടുന്നതും ഇവിടെ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നതും. എനിക്ക് ഉറപ്പാണ് കേട്ടോ, ആതിര കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നോ അല്ലെങ്കിൽ ഒരു ഫേമസ് പേഴ്സണാലിറ്റി, ഫേമസ് സിംഗർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും മോൾ അറിയപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്.
അത് ആ ഒരു ഫീലിൽ പാടുന്നതാണ്. അത്രയും ഞാൻ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും. ഇതൊരു മത്സരത്തിന് വേണ്ടിയിട്ടല്ല മോള് പാടുന്നത്, ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ആ സംഗീതം അറിഞ്ഞ് മനസ്സിലാക്കി പാടുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും എനിക്ക് ഭയങ്കര ആരാധനയും ബഹുമാനവും ഒക്കെ തോന്നുന്നത്. ഓൾ ദി ബെസ്റ്റ് ചക്രേ, ഓൾ ദി വെരി ബെസ്റ്റ്. ലക്ഷ്മി ചേച്ചി, ആതിര ഫസ്റ്റ് ടൈം ഞാൻ കേൾക്കുന്നത് ഭാവപൂർണമായിരുന്നു. അതാണ് ആക്ച്വലി എപ്പോഴും ആർട്ടിൽ പറയും മോർ ദൻ ടെക്നിക്കൽ പെർഫെക്ഷൻ സോൾ ഉണ്ടാവണമെന്ന്, അതുണ്ടായിരുന്നു. ആസ് മഞ്ജരി സെഡ് ആൻഡ് ആശ, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ ലിറിക്സ്, അത് ഓൾസോ ഒരു ഡാൻസറിൻ്റെ ഒരു അപ്രോച്ചാണ്. എപ്പോഴും ഞങ്ങൾ ലിറിക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് നോട്ട് ജസ്റ്റ് ഡാൻസ്, എന്ത് ചെയ്താലും ഒരു കൺവിക്ഷനിൽ ചെയ്യാൻ പറ്റും. അതാണ് വെൻ യു സേ ഷീ സോ ഇൻവോൾവ് ഇൻ യുവർ ഓൺ സിംഗിങ്, യു ആർ എൻജോയിങ് യുവർ ഓൺ സിംഗിങ് ആൻഡ് ബീങ് ഇൻ ദ സോൺ. അതാണ് വെരി ബ്യൂട്ടിഫുൾ. And keep it up. God bless. Best wishes. Thank you. ഈ ഒരു ഫീല് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു പാട്ടാണ്. മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. ആഹാ, സൂപ്പർ. കാലക്കി ഇനി ഒന്നുകൂടി നമ്മുടെ മ്യൂസിക്കൽ വൈഫിലുള്ള ആ എല്ലാ അംഗങ്ങൾക്കും, മ്യൂസിക്കൽ വൈഫ്സിന് വേണ്ടിയിട്ട് ആ ഒരു ഗാനം, അതായത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ വേണ്ടി. വീട്ടമ്മമാർക്കും വേണ്ടി. ആ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആഹാ. അപ്പൊ ഇനി ലക്ഷ്മി ആ എല്ലാവർക്കും വേണ്ടി പാടുകയാണ്. നേരത്തെ ലക്ഷ്മി ചേച്ചി അതെ, നമുക്ക് തന്ന വാക്ക് ഇപ്പൊ പാലിക്കാം. ഏകദേശം ഇതേ റൂട്ടിലുള്ള ഒരു പാട്ട് തന്നെയാണ്, അതേ സ്കെയിലിൽ തന്നെയുള്ളതാണ്. ഓക്കെ. അതുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പൊ പാടാൻ അത് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ബ്യൂട്ടിഫുൾ വോയിസ്. അപ്പൊ എന്തായാലും ജോൺസൺ മാഷ് ഹിറ്റ്സിലാണ് ഇപ്പൊ ഗോൾഡൻ മെസ്റ്റർ നേടിയത്. ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ കൂടെ ഭാഗ്യം ഉണ്ടാവും നമുക്ക് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കാനുള്ള. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഴിഞ്ഞ വീക്കിലെ ഗോൾഡൻ ചെയർ നേടിയെടുത്ത ആ മത്സരാർത്ഥിയെ ഇവിടെ കൊണ്ടുവരുവാണ്. ഓക്കെ. ജോൺസൺ മാഷ് ഹിറ്റ്സിലാണ് ആ മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി എസ് ബാബു. ഇന്ന് ഞാൻ ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. അതിൽ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ദാസാർ പാടിയ രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന പാട്ടാണ് പാടുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പെപ്പി സോങ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്. അതിൽ നല്ല കമൻസ് ആയിരുന്നു. എനിക്ക് ഗോൾഡൻ ബസർ കിട്ടി, ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ പറ്റി. അതുകൊണ്ട് ഈ ആഴ്ച സേഫാണ്. എന്നാലും പാട്ട് നന്നായി പാടാൻ തന്നെ ശ്രമിക്കും. ദേവാംഗനയോ അപ്സരസോ? ഇതാര്?
കാവിലെ ഭഗവതി. ശാലീന സൗന്ദര്യമേ. ആഹാ. അഞ്ജന കണ്ണെഴുതി ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ. എന്ത് സുന്ദരിയായിരിക്കുന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. മഞ്ഞൾ നമ്മളുടെ പ്രസാദം ഇല്ലെങ്കിലും വേഷത്തിന്റെ- അല്ല ആ ഒരു ഫീല് അല്ലേ മലയാളിത്തമുള്ള വേഷത്തിന്റെ ഒരു ഭംഗി. അതെ അതെ മലയാളി പെണ്ണെ നിന്റെ നിന്റെ മനസ്സ്. ശ്രുതിയെ കണ്ട് എത്ര പാട്ടുകളാ പാടാൻ തോന്നുന്നത്. ശ്രുതി, ഏത് പാട്ടുമായിട്ടാണ് ശ്രുതി വന്നിരിക്കുന്നത്? ഞാൻ രാത്തിങ്കൾ പൂത്താലി ചാർത്തി. വെരി ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ എന്തായാലും നല്ല ഐശ്വര്യത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതേ ഐശ്വര്യത്തോടു കൂടി പാടുക, ആ ഗോൾഡൻ ചെയർ നിലനിർത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡേൻ. ഓൾ ദി ബെസ്റ്റ് ശ്രുതി. All the best, മോളെ. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായി പൂവേളിപ്പുൽപ്പായിൽ നവമി നീലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. നോവുകൾ മാറാല മൂടും മനസ്സിന്റെ നോവുകൾ മാറാല മൂടും മനസ്സിന്റെ മച്ചിലെ ശ്രീദേവിയായി. മംഗലപാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. മാറിലെ മാലേയ മധുചന്ദ്രനും മാറിലെ മാലേയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ തരളമിൻ സ്വപ്നവും തനിത്തങ്കമായി. രാത്രി
സൂപ്പർ സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. ശ്രുതി എങ്ങനെ നന്നായി പാടിയോ? കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പാടി. പ്രശ്നങ്ങളൊക്കെ സ്വയം കണ്ടെത്തിയോ? അത് അവര് നോക്കട്ടെ അല്ലെ. ആരിൽ നിന്ന് തുടങ്ങണം? ഇന്ന് നമ്മുടെ ഗസ്റ്റിന് തുടങ്ങാം. ശ്രീലക്ഷ്മി ആയി എന്നൊക്കെ പാടിയില്ലേ? അതെ, അപ്പൊ ലക്ഷ്മി ചേച്ചി തന്നെ തുടങ്ങുന്നതാണ് അതിന്റെ ശരി. ശ്രുതി, എനിക്ക് ഈ പാട്ട് സെലക്ഷനും നിങ്ങൾ പാടിയത് ആ ഒരു ഫീലോടെ വളരെ നന്നായിരുന്നു. എനിക്ക് ശ്രുതിന്റെ വോയിസ് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ബേസ് ക്വാളിറ്റി ഉണ്ട്. വെരി നൈസ് ശ്രുതി, ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഉണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ താങ്ക് യു മച്ച്. ചേച്ചി. ആ ചേച്ചി, എല്ലാവരും വരുമ്പം ആദ്യം പറയുന്ന ഒരു കാര്യം ശ്രുതിയെ പറ്റിയിട്ട്, വോയിസിനെ പറ്റിയിട്ടാണ്. ഡിഫറെൻറ്റ് വോയിസ് എന്നുള്ളത് അത് തന്നെയാണ് യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം. ഏറ്റവും കൂടുതൽ മോൾക്ക് പോസിറ്റീവായിട്ട് വരാൻ പോകുന്നതും അത് തന്നെയാണ്. പിന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഓരോ പാട്ട് പാടുമ്പോഴും അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എഫേർട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഗ്രേറ്റ് സിംഗിങ് ചക്രേ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മത്സ്യേട്ടാ. ശ്രുതി എന്തോ അസലായിട്ട് പാടി, നല്ല സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഈ പാട്ടിന് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ട്. അപ്പൊ ഈ വേഷത്തിൽ വന്നിട്ട് ആ പാട്ട് പാടിയപ്പോ ഐശ്വര്യം ഒരു 10 മടങ്ങ് കൂടി അല്ലേ? ഐശ്വര്യ റായി ആയി മാറി. അതെ. എനിക്ക് കുറച്ചും കൂടി തോന്നിയത് കുറച്ചും കൂടി ഈസിനെസ്, ഒരു കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു സിംഗിങ് കുറച്ചും വേണം തോന്നുന്നു. കുറച്ച് ഒരു പിടുത്തം വരുന്നുണ്ട്. ഒന്നും കൂടി ഒരു ഫ്ലോയിൽ ആക്കണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മത്സ്യേട്ടാ. മഞ്ചരി. ശ്രുതി ചേച്ചി, ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഇത് അനായാസമായിട്ട് പാടാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കൊരു തോന്നി. ഇതിനൊരു പിടുത്തം വന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കുറച്ചുകൂടി ഒന്ന് ഫ്ലോ ആവാം പാടുന്നതിൽ. നൈസ് സോങ് സെലക്ഷൻ. അതിനൊരു വലിയ കൈഡി. അപ്പൊ എന്തായാലും കഴിഞ്ഞ വീക്ക് ഗോൾഡൻ മെസ്റ്റർ നേടി, ഗോൾഡൻ ചെയർ നേടിയെടുത്തത് കൊണ്ട് നമ്മൾ ഈ വീക്ക് സേഫ് ആണല്ലോ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ജഡ്ജസ്, നമ്മൾ നമ്മുടെ മത്സരം തുടരാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ എന്തായാലും ജോൺസൺ മാഷിന്റെ ഒരു നല്ലൊരു ഗാനം കേട്ടു. അപ്പൊ നമുക്ക് ഇനി ഒരു പെപ്പി സോങ് ആയാലോ? കുറച്ച് മാറി മാറി വരാം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി പ്രശാന്ത്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം, ധൃഷ്ടാടനം, തുപ്ലോദയം, ഈ വാക്കുകൾ പഠിക്കുന്നതാണ് ഈ പാട്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാനിപ്പോൾ പാടാൻ പോകുന്നത് പെപ്പി സോങ് റൗണ്ടിലാണ്. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റേജിൽ എന്റെ അമ്മേ, ഇതാരാ? ഇതുവരെ കാണാത്തൊരു കുട്ടി തന്നെ അല്ലേ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കണു. അതെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ ആ പ്രകടനം കാണാൻ കാത്തിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം, ദൃഷ്ടാടനം, കേട്ടോ നിന്റെ കാതിൽ ഒരു
നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു കുമിളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. മഞ്ചരിയോ സദകാകളിയോ, രണ്ടാം പാദത്തിൽ പ്യാരിതയോ, നിൻ ചട്ടികളിൽ ഒരു ചീലാവായി എന്നും നീന്താൻ തോന്നുവതോ. ഹാപ്പി ന്യൂ ഇയർ ഞാനും റിപ്പബ്ലിക് ഡേയോ നീയും ഒരു ഹോളിഡേ ആർപ്പാദമായി. നൂറുകിൻഡൽ പൊന്നെ നിൻ തൂത്തളാങ്കം കണ്ടേ, ഒട്ടിച്ചേരും നെയ്ച്ചോറായി നമ്മൾ ഡിസ്കോ ഡിസ്കോ ഡിസ്കോ. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു കുമിളനം, ദംഷ്ടാപമായി തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണേ പാരിക്ഷോപ്തിയായോ, തൂലോ കൊച്ചോ മോഹിച്ചല്ലോ ഞാൻ. കാറ്റുപോയോ പെണ്ണേ മീഷ്ടകാന്തം നീയേ, ഉള്ളിൽ തുള്ളിച്ചാടും പൂക്കും ചന്നം പിന്നം ചട്ടപ്പടയോളം. കുട്ടി ആ കൈ അങ്ങ് തന്നെ കലക്കി. എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ്, എന്തായിരുന്നു എനർജി അല്ലേ? അതെ, ഒരു എനർജറ്റിക് ഫുൾ പാക്ക് പെർഫോമൻസ് ആയിരുന്നു, കലക്കി. ഓ മാസ് എൻട്രി. അതെ, ആസ് യൂഷ്വൽ നമ്മുടെ ഓർക്കസ്ട്രയും നമ്മുടെ ഡാൻസേഴ്സ് ഒക്കെ പൊളിച്ചു. എല്ലാം. അതെ, ഒപ്പം അതെ, അതെ. എടുത്തു പറയേണ്ടത് നമ്മുടെ വിസ്താര ടീമാണ്. വിസ്താര ടീം. അവരുടെ പേരുകൾ എന്തായാലും എടുത്തു പറയണം. ശ്രീരാഗ്, നിയാസ്, ഒപ്പം യദു, ശരത്ത്. അങ്ങനെ നമ്മുടെ വിസ്താര ടീം കലക്കി. അവർക്ക് ഗംഭീര കൈ. തീർച്ചയായിട്ടും. ഒരാൾക്ക് കൂടി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ലിറിസിസ്റ്റിനോടാണ്. ജിസ്ജോയ് ആണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അതെ, ജിസാണ് സംവിധായകൻ. ജിസേട്ടൻ തന്നെയാണ് സൺഡേ ഹോളിഡേയുടെ സംവിധായകൻ. ആള് തന്നെയാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അതെനിക്ക് ജിസാണ് എഴുതിയെന്ന് അറിയില്ല. അതെ. അപ്പൊ ആരിൽ നിന്നും തുടങ്ങണം? ഈ സിനിമയോട് കൂടുതൽ ബന്ധമുള്ള ആശേച്ചിയാണ്. അപ്പൊ ആശേച്ചി, ഷീക്കുട്ടി ഇന്നടെ വരവ് വന്നില്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് വന്നില്ലേ, അപ്പൊ തന്നെ എനിക്ക് അറിയായിരുന്നു ഷുവറായിട്ടും ഗോൾഡൻ ബസർ അടിക്കുന്നുണ്ട്. കാര്യം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പഴയ ആ ശ്രീകുട്ടിയിൽ നിന്ന്. യു ട്രാവൽഡ് എ ലോട്ട്. ഗംഭീരമായിട്ട് പാടി മോളെ, ഡാൻസും പാട്ടും ഒരു ഓളമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ചക്കര, സൂപ്പർ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇന്നത്തെ ഒരു പെർഫോമൻസോട് കൂടി ശ്രീകുട്ടി എന്റെ മനസ്സിൽ ഒരു വലിയ ഇടം നേടിയിരിക്കുകയാണ്. കിടിലം പെർഫോമൻസ് പറഞ്ഞു ശ്രീകുട്ടി. ഐ ലവ് യു. താങ്ക് യു ചേച്ചി, ഐ ലവ് യു ടു. താങ്ക് യു മഞ്ജരി. മധുചേട്ടാ, ശ്രീകുട്ടി, സർ, വാട്ട് എ ചേഞ്ച്. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? എന്തായാലും പാട്ടും ഡാൻസും ആ അപ്പിയറൻസ് ഒക്കെ കാലക്കി ശ്രീകുട്ടി. അടിപൊളിയായിരുന്നു. താങ്ക് യു മധുചേട്ടാ. ലക്ഷ്മി ചേച്ചി, ബോൺ പെർഫോമർ ആണ് നിങ്ങൾ. ബിക്കോസ് വളരെ നന്നായിട്ട് പാടി. ഓഫ് കോഴ്സ് അത്ര ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് ചെയ്തു. വെരി വെരി നാച്ചുറൽ ആയിട്ട്. ആക്ച്വലി യു ഷുഡ് ബി പെർഫോമിംഗ് മോർ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ശരിക്കും, ഓൾറൗണ്ടർ ആണ്. പക്ഷെ എനിക്ക് ഒരു വിഷമമുണ്ട്. ഡിഷിമിന് 4 പേര് ഓരോ വാട്ടി കൊന്നു. നീ എന്തിനാന്ന്. വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ ശ്രീകുട്ടി, അപ്പൊ എന്തായാലും റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ, ഗോൾഡൻ ബസ്റ്റർ നേടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയും വരെ നമുക്ക് കാത്തിരിക്കണം. ശ്രുതിയെ മാറ്റി നമുക്ക് ആ ഗോൾഡൻ ജയിലിൽ ഇരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ കൂടി ഉണ്ടോ എന്ന് അറിയാം. ഓൾ ദി ബെസ്റ്റ്. വെച്ചോളൂ. ഇപ്പോ ലക്ഷ്മി ചേച്ചി പാടിയത് കേട്ടപ്പോ ശരിക്കും ഞെട്ടി. ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ നമുക്കറിയാം ചേച്ചിയുടെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു. പക്ഷെ അതേ അമ്മ തന്നെയാണ് ലക്ഷ്മി ചേച്ചിയെ ഡാൻസ് പഠിപ്പിക്കാൻ ആദ്യം വിടുന്നതും. അപ്പോ മ്യൂസിക് ആയിരുന്നോ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്, അതോ നൃത്തമായിരുന്നോ? ഡാൻസ് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് പഠിക്കണം. എൻ്റെ വീട്ടിൽ ആരും ഡാൻസ് പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മ്യൂസിക് വളരെ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് ഷോ വന്നാലേ ഇതൊരു എന്താ പറയാം വേറെ
സ്വപ്ന ലോകമാണ് ശരിക്കും. ഇനി നമുക്ക് ഒരു പെപ്പി സോങ് ആവാം അല്ലെ? എന്ത് പറയുന്നു? അതെ, പെപ്പി സോങ് മാറി മറിഞ്ഞും വരട്ടെ. മാറി മറിഞ്ഞു വരട്ടെ. പെപ്പി സോങ് ജോൺസൺ മാഷ്, പെപ്പി പെപ്പി സോങ്. അപ്പൊ എന്തായാലും പെപ്പി സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ആതിര പിടി. ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് പെപ്പി സോങ്സ് റൗണ്ടിലാണ്. വാണിയമ്മ പാടിയ നീ മായല്ലേ എൻ മഴവില്ലേ ഈ പാട്ടാണ് പാടുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ബസർ കിട്ടാതെ പോയി, അപ്പം അതിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ച ഞാൻ അതിനനുസരിച്ച് നന്നായി പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും. മാറി. കഴിഞ്ഞ ആഴ്ച നമ്മള് ബാർ ഡാൻസ് കണ്ടു. ഇപ്രാവശ്യം എന്താ ബെല്ലി ഡാൻസ് ആണോ? ബെല്ലി ഡാൻസ് ആണോ? കൊള്ളക്കാരുടെ തടവറയാ. ഉള്ള സംഗീതത്തിലെ പെണ്ണാണ് റാണി. കൈൻഡ് ഓഫ് ക്യാബ്ര. ലക്ഷ്മി ഷീസ് എ ടീച്ചർ കേട്ടോ. ഓ മാത്സ് ടീച്ചർ. റിയലി ഏത് ക്ലാസ് പഠിപ്പിക്കും? 7th. പക്ഷെ ഈ വേഷത്തിലൊക്കെ ടീച്ചറാണെന്ന് പറയുമ്പോ കാണുമ്പോ ഒരു ക്യൂട്ടായി തോന്നുന്നു. യെസ്, 7th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയാം. യു ആർ ഓൾസോ ഹാവിംഗ് ഫൺ. യു പീപ്പിൾ ഹാവിംഗ് ഫൺ. ഇവിടെ റിയാക്ഷൻ കണ്ടപ്പോ എല്ലാവരും എന്റെ അമ്മോ എന്നല്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പറയാലോ, പെപ്പി സോങ്ങിൽ വന്ന് പലരും ഗോൾഡൻ ചെയർ നേടിയെടുക്കുന്നതാണ്. ഗോൾഡൻ ചെയർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി.
നിൻ പ്രഭയല്ലേ രതിഭാവവുമായി ഉലകം ചൊരിയുന്നു. രാവുണർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ, രാവുണർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ. ഈ തൂമഞ്ഞും ചന്ദ്രികയും മണിയറ തീർക്കുന്നു. ആ മണിയറയിൽ ഇരു ഹൃദയങ്ങൾ ഒന്നായി അലിയുന്നു. എല്ലാവരും കലക്കി. കൊള്ളക്കാരും പോകരുത്, ഒരു ചെറിയ പണി ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ ജഡ്ജസ്, ഈ കൊള്ളക്കാരെ കണ്ടപ്പോ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. ഒരു സംഘത്തലവൻ. മധുചേട്ടനെ ഞാൻ ആ സംഘത്തലവനായി സങ്കല്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മധുചേട്ടൻ ഞാൻ മാത്രമല്ല, എല്ലാരും കൂടി വരേണ്ടി വരും. എല്ലാവരുടെ ആവശ്യമില്ല. എന്നാ എല്ലാരും കൂടി ഈ കൊള്ള സങ്കേതത്തിൽ കടന്നു വരൂ. അപ്പൊ ദാണ്ടെ നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഈ കൊള്ള സങ്കേതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ കൊള്ള തലവനായിട്ട് നമ്മൾ മധുചേട്ടനെ സങ്കല്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മധുചേട്ടന് പറ്റിയൊരു തോക്ക്, ചെറിയ തോക്കൊന്നും പറ്റില്ല, വലിയ തോക്ക് വേണം മധുചേട്ടാ. അപ്പൊ എന്തായാലും മധുചേട്ടനെ സംഘത്തലവനായിട്ട് ഞങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവര് അപ്പൊ ഇവര് മൂന്നുപേരോ ക്യാമറ ഡാൻസേഴ്സ്, നമ്മുടെ കൊള്ള സങ്കേതത്തിലെ ഡാൻസേഴ്സ്. ഓക്കെ അതിനാ. അപ്പൊ ദാ കൊള്ളക്കാരൊക്കെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സങ്കേതത്തെ ഒന്ന് ഉഷാറാക്കണം. അപ്പൊ ഒരു 4 പാട്ട് പാടി. ഓക്കെ ഓർക്കസ്ട്ര റെഡി റെഡി. അപ്പൊ എന്തായാലും കൊള്ള സങ്കേതം ഇഷ്ടപ്പെട്ടല്ലോ, പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു ജഡ്ജസ്. അതിനാ ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് ചോദിക്കാം അല്ലെ? ഹാപ്പി ആയില്ലേ? എല്ലാരും വന്ന് അടിച്ചു പൊളിച്ചു അല്ലേ? അപ്പൊ ഇനി നമുക്ക് മധുചേട്ടാ പാട്ടിനെ കുറിച്ച്. ആതിരാ, എന്താ സാർ? ഓ, എനിക്ക് കാണുമ്പോ ഈ എന്റെ കയ്യിലിരിക്കുന്ന നടരാജ് പെൻസിലിന്റെ പോലെയാണ് തോന്നുന്നത്. അത് ശരിയാ. ശരിയാ. അപ്പൊ എന്തായാലും കൊള്ളാം, ഉഗ്രനായിരുന്നു, ഒന്നും പറയാനില്ല. അതിമനോഹരമായ പാട്ടുമായിരുന്നു. അത് നന്നായിട്ട് പാടി, നല്ല ഡാൻസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഡാൻസ്, ആ ചലനത്തിന് മുമ്പ് ആ കൂടുതൽ അഭിനയിക്കാൻ പോയപ്പോൾ ആ വരി തുടങ്ങാൻ ഒരു വൈക്ലഭ്യം ഉണ്ടായി അല്ലേ? ഒരു ചെറുതായിട്ടൊന്ന് വിഴുങ്ങേണ്ടി വന്നു. അത് മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആതിരയുടെ ഡാൻസും അതുപോലെ തന്നെ ഡാൻസേഴ്സും എല്ലാം കൊണ്ടും വളരെ വളരെ കളർഫുൾ. എന്റെ ആതിര ചേച്ചി, ആതിരയുടെ തുടക്കത്തിലുള്ള സ്റ്റെപ്സ് ഉണ്ടല്ലോ, തുടക്കം വെരി ബിഗിനിങ് സൂപ്പർ എന്ന് പറഞ്ഞാല് ഞാൻ ഞെട്ടിപ്പോയി. കാരണം സാധാരണ പാട്ടുകാർ ഡാൻസ് കളിക്കും, പക്ഷെ ഇത്രയും ശരീരവടിവ് അതോടൊപ്പം ഗ്രേസ് എല്ലാം കൊണ്ട് ആ ആദ്യത്തെ ആ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ. ആതിര ഈ ഒരു പാട്ട് പാടാൻ കൊടുത്ത ഡെഡിക്കേഷൻ, ഈ ഒരു പാട്ടിന് വേണ്ടി ആതിര ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനൊരു വലിയ കയ്യടി. എനിക്ക് ഇങ്ങനത്തെ ഈ കൊള്ള സംഗീതം എന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു കൊള്ള സംഗീതത്തിന്റെ ഒരു വേറൊരു പാട്ടുണ്ട് തമിഴില്, ആട്ടമ തേരോട്ടമ.
കാലക്കി. ആതിരയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നത് അതെ, ഞാൻ അതെ. അറിഞ്ഞില്ല. ഞെട്ടിച്ചു അല്ലേ? ആരും പറഞ്ഞില്ല. ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ആണല്ലേ? അല്ല അത്ര ഡാൻസ് ഇഷ്ടമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, പോരുന്നോ ഞങ്ങളുടെ കൂടെ? അതെ. രജീഷ് ആതിരയുടെ ഡാൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിന്റെ കാണുന്നത് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. കൊള്ളാം, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റ് തുടരാം. ആശ ചേച്ചി. ആതിര എന്നെ എല്ലാ നിമിഷവും ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ അടിപൊളിയായിട്ടാണെന്നോ ചെയ്തത്. ഒരു 1.5 ഞങ്ങളുടെ ഡാൻസേഴ്സിന്റെ ഭാഷയെ പറഞ്ഞ തജ്ജം പെർഫോമൻസ് ആയിരുന്നു. ലക്ഷ്മി ചേച്ചി. കറക്റ്റ്. ജതി കറക്റ്റ് ആയിട്ട് താളത്തില് ചേർന്നു, വന്നു. അതിൽ ആക്ച്വലി വാട്ട് ഐ റിയലി എൻജോയ്ഡ്, നീ another born performer, I must say. ഇത് എക്സ്പ്ലോർ ചെയ്യണം, ബിക്കോസ് അത്ര നാച്ചുറൽ ആയിട്ട് യു മൂവിങ് ടു മ്യൂസിക്, നാച്ചുറൽ ഗ്രേസ് ഉണ്ട് ബോഡിയിൽ. ആൻഡ് ബട്ട് വാട്ട് ഐ റിയലി ലൈക്ക് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നീ പാടി. ഐ റിയലി എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പൊ എന്തായാലും ആതിരയ്ക്ക് കൈം വീശി പോയാൽ മതിയോ? അതെ, അങ്ങനെ മതിയോ? കമന്റ്സ് ഒക്കെ കേട്ടിട്ട് ഞാനും പ്രേക്ഷകരും ആതിരയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ 4 പേരുടെ കൈ ഇങ്ങനെ തരിക്കുകയാണ് അങ്ങോട്ടേക്ക്. തരിപ്പങ്ങ് മാറ്റിയേക്ക്. അങ്ങനെ ആതിര നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. അപ്പൊ ആതിര, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ മുൻപോട്ട് പോവുക. നമ്മുടെ മത്സരം അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേ ആവേശവും ഇതേ പോരാട്ടവും തന്നെ ഇനിയുള്ള റൗണ്ടുകളിലും വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.